നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന് മുന്നിലെ ഭണ്ഡാരം കവർന്നു. ഇന്ന് പുലർച്ചെ മേൽശാന്തി നട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. തിടപ്പള്ളിയുടെ വാതിൽ വഴിയാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. 2 അടിയോളം വലിപ്പമുള്ള സ്റ്റീൽ ഭണ്ഡാരം എടുത്തു കൊണ്ടുപോയി. ഇതിന് സമീപത്തെ മറ്റൊരു ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. 2 പേർ മുഖം മറച്ച് മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. 6 മാസം മുമ്പും ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പോക്സോ കേസിൽ 53-കാരന് 7 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി. 2023 ജൂണിലും 2024 ഫെബ്രുവരി മാസത്തിലും 14 വയസ്സുള്ള ആൺകുട്ടിയെ തൊഴിയൂർ ദാറൂർ റഹ്മാൻ യത്തീംഖാന പള്ളി ഹാളിൽ വെച്ച് പലതവണ ലൈംഗിക അതിക്രമം നടത്തിയെന്നതാണ് പ്രോസിക്യൂഷൻ കേസ്. പെരുമ്പടപ്പ് കോടത്തൂർ തലക്കാട്ട് വീട്ടിൽ ആലിക്കുട്ടി മകൻ അബ്ദുള്ളക്കുട്ടിയെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 7 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴയടയ്ക്കാനും വിധിച്ചത്. പിഴയടയ്ക്കാത്ത പക്ഷം 5 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. സ്ഥാപനത്തിന്റെ സെക്രട്ടറിയായിരുന്ന വെൺമേനാട് മനക്കോട്ട് വീട്ടിൽ അബ്ദുൽ ഖാദർ മകൻ 53 വയസ്സുള്ള അബ്ദുൽ കരീം എന്ന 2ാം പ്രതിയെ കുട്ടി വിവരമറിയിച്ചിട്ടും അധികൃതരെ അറിയിക്കാതെ വീഴ്ച വരുത്തിയതിന് 6 മാസം വെറും തടവും 10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. അടയ്ക്കാത്ത പക്ഷം 1 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പിഴസംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും ഉത്തരവായി. ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലെ GASI ഉഷ TV ആൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ SI ഷബീബ് റഹ്മാൻ FIR രജിസ്റ്റർ ചെയ്ത് ആദ്യ അന്വേഷണം നടത്തി. SI വിജിത് KV തുടരന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. SCPO ഷിജു കേസന്വേഷണത്തിൽ സഹായിച്ചു. പ്രോസിക്യൂഷൻ 15 സാക്ഷികളെ വിസ്തരിക്കുകയും 28 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷാസി എന്നിവർ ഹാജരായി. ലൈസൺ ഓഫീസറും CPOയുമായ A പ്രസീത കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. പെരുമ്പിലാവ് സെന്ററിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന 2 കാറും 2 ലോറികളുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 4 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പുലർച്ചെ കനത്ത മഴയുണ്ടായിരുന്ന സമയത്താണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. സംഭവം അറിഞ്ഞ് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി. പഴയകാല നാടക സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും ക്ഷേത്രം ഭാരവാഹിയുമായ വെള്ളാറ്റഞ്ഞൂർ MGS നായർ അന്തരിച്ചു. ഗ്രാമീണ നാടക കലാപ്രവർത്തനം വെള്ളാറ്റഞ്ഞൂരിൽ നിലച്ചുപോയ ഘട്ടത്തിൽ തുടർ പ്രവർത്തനങ്ങളിലൂടെ സജീവമാക്കിയതിൽ പ്രമുഖനായിരുന്നു MGS നായർ. ഒരു ഗ്രാമത്തിന്റെ സാംസ്കാരിക വളർച്ചയുടെ നാഴികക്കല്ലാണ് കലാപ്രവർത്തനങ്ങളെന്ന് തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നയാളാണ് MGS. ഉപഭോഗ സംസ്കാരവും പുത്തൻ സാമ്പത്തിക ശാസ്ത്രവും പഴയ കാലഘട്ടത്തിൽ വെല്ലുവിളികളായിരുന്നുവെങ്കിലും അത് അതിജീവിക്കാൻ കഴിഞ്ഞത് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു. ഉത്സവ പറമ്പുകളിലും മറ്റു ഗ്രാമീണ ഉത്സവങ്ങളിലും നിറഞ്ഞു നിന്ന ഗ്രാമീണ നാടകങ്ങൾക്കു പകരം പ്രൊഫഷണൽ നാടകങ്ങൾ സ്ഥാനം പിടിക്കും മുമ്പാണ് നാടക പ്രവർത്തനം ഹരമായി കൊണ്ടു നടന്നിരുന്ന വെള്ളാറ്റഞ്ഞൂർ മഠത്തിൽ ശങ്കരൻകുട്ടി നായർ എന്ന MGS നായർ നാടകരംഗത്തെത്തുന്നത്. 1960-ൽ ആദ്യം നടനായും പിന്നീട് നാടക രചയിതാവും സംവിധായകനുമായി നാടകരംഗത്ത് നിറഞ്ഞു നിന്നു. വെള്ളാറ്റഞ്ഞൂർ മഹിളാ സമാജം ഉദ്ഘാടനവുമായുണ്ടായ തർക്കമാണ് സ്വന്തമായി നാടകമെഴുതി സംവിധാനം ചെയ്യാനുള്ള പ്രേരണയുണ്ടാക്കിയത്. തൊട്ടടുത്ത സ്കൂളുകളായ എരുമപ്പെട്ടി, വേലൂർ, ചൂണ്ടൽ തുടങ്ങിയ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി നിരവധി ഏകാംഗ നാടകങ്ങൾ എഴുതി. വടക്കാഞ്ചേരി ബ്ലോക്ക് തലത്തിൽ കിരാലൂരിൽ നടന്ന 7 ദിവസ നാടക മത്സരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി പുലിയന്നൂർ കേന്ദ്രമാക്കി അമ്പിളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രൂപീകരണത്തിന് നേതൃത്വം നൽകി. ജീവിതത്തിന്റെ യൗവനകാലം മുഴുവൻ നാടക പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ച MGS തുടർന്നുള്ള കുറച്ചു വർഷം ജീവിത പ്രശ്നങ്ങൾ മൂലം നാടകരംഗത്തു നിന്നും മാറി നിൽക്കുകയായിരുന്നു. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്നു. വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്ര കമ്മിറ്റി മുൻ പ്രസിഡന്റും ഭരണസമിതി രക്ഷാധികാരി, വെള്ളാറ്റഞ്ഞൂർ NSS കരയോഗം പ്രസിഡന്റ് എന്നീ നിലയിലും ക്ഷേത്രം ട്രസ്റ്റ് മെമ്പർ എന്ന നിലയിലും പ്രവർത്തിച്ചു. നാടകരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് വേലൂർ ഈഫ് ക്രിയേഷൻസ് അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. അസുഖം മൂലം വിശ്രമത്തിലായിരുന്നുവെങ്കിലും നിലച്ചുപോയ നാടക പ്രവർത്തനങ്ങൾക്ക് ജീവിതത്തിന്റെ വിശ്രമവേളയിലും വീണ്ടും നാടകമെഴുതി പുതുജീവൻ പകരാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു അന്ത്യം. 86 വയസ്സായിരുന്നു. വടക്കേക്കാട് പഞ്ചായത്ത് അംഗമായിരുന്നു ഭാര്യ ചന്ദ്രമതിയമ്മ. ജയപ്രകാശ്, രാജേഷ്, രജനി തുടങ്ങിയവരാണ് മക്കൾ. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും.
പഴഞ്ഞി അയ്നൂർ അയ്യമലക്കാവ് ക്ഷേത്രത്തിലെ പൂരം കൊടിയേറ്റം നടന്നു. ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഒറ്റപ്പാലം തോട്ടപ്പായമന ശ്രീരാജ് തിരുമേനി പൂരം കൊടിയേറ്റി. ഫെബ്രുവരി 26 വ്യാഴാഴ്ച പൂരം ആഘോഷിക്കും. പൂരദിവസം ആന എഴുന്നള്ളിപ്പും ശിങ്കാരിമേളം, കരിങ്കാളി തുടങ്ങിയ വേല ആഘോഷ പരിപാടികളുമുണ്ടാകും. ക്ഷേത്രം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ കെ.ആർ, കോമരം ചന്ദ്രൻ കണ്ടിരുത്തി, ജയപ്രകാശ്, മോഹനൻ കെ.വി, ബാലൻ കെ.കെ തുടങ്ങിയവർ പങ്കെടുത്തു. കടവല്ലൂർ പഞ്ചായത്ത് 10ാം വാർഡ് അറക്കലിൽ CPI സ്ഥാനാർത്ഥിയായി മത്സരിച്ച റഹ്മത്ത് അഷ്റഫ് അടക്കം CPIയിലെ 8 പേർ CPI വിട്ട് CPIMൽ ചേർന്നു. CPIM കടവല്ലൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ച് CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MN മുരളീധരൻ, KB ജയൻ, ലോക്കൽ സെക്രട്ടറി അജിത് കുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ എന്നിവർ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. സ്വജനപക്ഷപാതമില്ലാതെ മതനിരപേക്ഷത ചേർത്തുപിടിക്കുക എന്നതിൽ CPIM എടുക്കുന്ന നിലപാടാണ് CPI വിടാനും CPIMൽ ചേരാനുമുള്ള നിലപാടെടുത്തതെന്ന് ഇവർ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നിലവിലെ ഭരണസമിതി കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾക്ക് നേരെ നടത്തുന്ന അന്യായമായ നടപടികൾക്കെതിരെയാണ് തൊഴിലാളികൾ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ഭരണസമിതിയുടെ ഒത്താശയോടെ ചില NITUC നേതാക്കൾ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുകയും CITU അംഗങ്ങളെ അന്യായമായി സ്ഥലം മാറ്റി ഉത്തരവിറക്കുകയും ചെയ്തു. ദിവസവേതനക്കാരായ തൊഴിലാളികളുടെ ശമ്പളം കഴിഞ്ഞ മാസം 10ാം തീയതിക്ക് ശേഷമാണ് ലഭിച്ചത്. ശുചീകരണ തൊഴിലാളികൾക്ക് ശുചീകരണ സാമഗ്രികൾ, തുന്നൽക്കൂലി, തൃശൂർ പൂരത്തിന് ലഭിക്കേണ്ട ആനുകൂല്യവുമാണ് സമരക്കാർ ഉന്നയിച്ച മറ്റാവശ്യങ്ങൾ. തൃശൂർ കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി KS സെന്തിൽകുമാർ അധ്യക്ഷനായ പ്രതിഷേധ ധർണ CITU ജില്ലാ സെക്രട്ടറി T. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PG സുബിദാസ്, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരൺ, ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KG സന്ധ്യ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജെറിൻ വിൻസെന്റ്, KM സജീവ്, കോർപ്പറേഷനിലെ LDF കൗൺസിലർമാർ തുടങ്ങിയവർ ധർണയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ വാഹന പര്യടനത്തിന് കുന്നംകുളത്ത് ഊഷ്മളമായ സ്വീകരണം നൽകി. ആരോഗ്യമേഖലയിലെ വികസന രേഖകൾ, ലഭ്യമായ സേവനങ്ങൾ, ആരോഗ്യ സന്ദേശങ്ങൾ എന്നിവ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി തൃശൂർ ജില്ലയിൽ നടത്തുന്ന പര്യടനത്തിന്റെ ഭാഗമായാണ് വാഹനം കുന്നംകുളത്തെത്തിയത്. കുന്നംകുളത്തെത്തിയ വാഹനത്തെ കുന്നംകുളം നഗരസഭ, ആർത്താറ്റ് കുടുംബാരോഗ്യ കേന്ദ്രം, കുന്നംകുളം താലൂക്ക് ആശുപത്രി, പൊർക്കളേങ്ങാട് അർബൻ ഹെൽത്ത് സെന്റർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്വീകരിച്ചു. ആർത്താറ്റ് ജംഗ്ഷൻ, കുന്നംകുളം മുനിസിപ്പാലിറ്റി പുതിയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണ ചടങ്ങുകൾ. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും വാഹനത്തിന്റെ പര്യടനം ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ അധ്യക്ഷത വഹിച്ചു. ആർത്താറ്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് പ്രേംരാജ് KR സ്വാഗതം പറഞ്ഞു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോമശേഖരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, മറ്റ് നഗരസഭാ കൗൺസിലർമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ സംബന്ധിച്ചവർ നല്ല ആരോഗ്യശീലങ്ങൾക്കായുള്ള ആരോഗ്യ പ്രതിജ്ഞ എടുത്തു. ജീവിതശൈലി രോഗനിയന്ത്രണത്തിന്റെ ഭാഗമായുള്ള വൈബ് ഫോർ വെൽനസ് പരിപാടിയിൽ ആരോഗ്യ പ്രവർത്തകരും ആശാപ്രവർത്തകരും പൊതുജനങ്ങളും ചേർന്ന് സുംബ അവതരിപ്പിച്ചു. തുടർന്ന് കിഴൂർ വിവേകാനന്ദ കോളേജിലെ NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും ആരോഗ്യ ബോധവൽക്കരണ സ്കിറ്റും അരങ്ങേറി. ആർത്താറ്റ് കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിജി UR നന്ദി പറഞ്ഞു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും കൃഷിക്കും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന പദ്ധതിക്ക് കടങ്ങോട് പഞ്ചായത്തിൽ തുടക്കം കുറിച്ചു. എയ്യാലിൽ 14, 15, 16 വാർഡുകളിലെ കർഷകരും ജനപ്രതിനിധികളും യോഗം ചേർന്നാണ് പദ്ധതി ആവിഷ്കരിച്ചത്. ഷൂട്ടർമാരായ EI അലക്സ്, KT ജെയിംസ്, MK സുദർശൻ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ കാട്ടുപന്നികളെ നിർമ്മാർജ്ജനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഗീതാ രാജൻ നേതൃത്വം നൽകി. സംഘടിത സക്കാത്ത് സാമൂഹിക അഭിവൃദ്ധിയെ ബലപ്പെടുത്തുമെന്നും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുമെന്നും ഇത്തിഹാദുൽ ഉലമ കേരള സെക്രട്ടറിയും ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ഈസ്റ്റ് പ്രസിഡന്റുമായ സമീർ കാളിക്കാവ് അഭിപ്രായപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ കമ്മിറ്റിയും ബൈത്തു സക്കാത്ത് കേരള പെരുമ്പിലാവ് ചാപ്റ്ററും സംയുക്തമായി സംഘടിപ്പിച്ച സക്കാത്ത് സെമിനാറിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സക്കാത്ത് അതിന്റെ രൂപത്തിൽ നടക്കുകയാണെങ്കിൽ ദാരിദ്ര്യമില്ലായ്മ ചെയ്യുവാനും നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കും.
കേവലം നാണയത്തുട്ടുകളല്ല സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അളവ് നോക്കി സക്കാത്ത് കൊടുക്കുന്ന സംവിധാനം നിലവിൽ വരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്വർണത്തിന് വില ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സക്കാത്തിന്റെ അളവിന്റെ അടിസ്ഥാനമായി നിശ്ചയിക്കേണ്ടത് വെള്ളിയാണെന്നും ആധുനിക ഫത്വ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം നിർദ്ദേശിച്ചു. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ പ്രസിഡന്റ് പി മുനീർ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി കെ അനീസുദ്ദീൻ സ്വാഗതവും ജനറൽ കൺവീനർ അബ്ദുൽ ഹമീദ് പട്ടിശ്ശേരി നന്ദിയും പറഞ്ഞു. പെരുമ്പിലാവ് പ്രിയദർശിനി നഗർ റോഡിൽ തൽഹത്ത് മൻസിലിൽ സജിദ് റഹ്മാൻ ഭാര്യ ബുഷറ നിര്യാതയായി 45 വയസ്സായിരുന്നു. അജ്മൽ, അബ്ദുറഹ്മാൻ, നൂരി ഫാത്തിമ എന്നിവർ മക്കളാണ്. ഖബറടക്കം ചൊവ്വാഴ്ച രാവിലെ 11-ന് പരുവക്കുന്ന് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. അഞ്ഞൂർ മാറോക്കി വർക്കി മകൻ ബാബു നിര്യാതനായി 64 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. സ്റ്റെല്ല ഭാര്യയാണ്. നിഖിൽ, നിതിൻ എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.